4 ദിവസങ്ങൾ വെറും 96 മണിക്കൂറുകൾക്ക് മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എയർഫോഴ്സ് വണ്ണിൽ ബെയ്ജിംഗിൽ നിന്നിറങ്ങുമ്പോൾ ലോകം വിചാരിച്ചു ചൈന ഇനി അമേരിക്കയുടെ തോളിൽ കൈയിടുമെന്ന്. ട്രംപ് മടങ്ങി ചൈനീസ് മണ്ണിലെ ചുവപ്പ് പരവതാനി മാറ്റാനുള്ള ഗ്യാപ്പ് പോലും കൊടുക്കാതെ ദേ വരുന്നു അടുത്ത സൂപ്പർ പവർ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ബെയ്ജിംഗിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അതെ, മെയ് 19, 2026 റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ബെയ്ജിംഗിൽ എത്തിക്കഴിഞ്ഞു. എന്താണ് ഇതിന്റെ അർത്ഥം? ചൈന ഇപ്പോൾ ലോക നയതന്ത്രത്തിന്റെ ഹബ്ബായി മാറിയിരിക്കുകയാണ്. ഒരേ ആഴ്ചയിൽ തന്നെ അമേരിക്കയുടെയും റഷ്യയുടെയും തലവന്മാരെ മാറി മാറി സൽക്കരിക്കാൻ ചൈനയ്ക്ക് എങ്ങനെ സാധിക്കുന്നു? ഷി ജിൻപിങ്ങിന്റെ പ്ലാൻ എന്താണ്? ചൈന റഷ്യയെ സഹായിക്കുകയാണോ അതോ ട്രംപിനെ വെച്ച് ബലപരീക്ഷണം നടത്തുകയാണോ? ഈ ഹൈ വോൾട്ടേജ് സമ്മിറ്റിന്റെ പിന്നാമ്പുറ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം തന്നെ ഈ ടൈം ലൈൻ ഒന്ന് പരിശോധിക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചൈനയിലെ ഫോറിൻ മിനിസ്റ്റർക്ക് ശ്വാസം വിടാൻ സമയമില്ലാത്ത അവസ്ഥയായിരുന്നു. 9 വർഷത്തിന് ശേഷമാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ചൈന സന്ദർശിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ബെയ്ജിംഗിൽ വന്ന് ഷി ജിൻപിങ്ങുമായിട്ട് ഹൈ സ്റ്റേക്ക് സമ്മിറ്റ് നടത്തി. ട്രംപ് ചൈന വിട്ടത് വളരെ ഹാപ്പി ആയിട്ടാണ്. ഇൻക്രെഡിബിൾ, അൺഫർഗേറ്റബിൾ എന്നൊക്കെയാണ് ട്രംപ് ഈ സന്ദർശനത്തെ വിശേഷിപ്പിച്ചത്. US ചൈന ബന്ധം മുൻപത്തേക്കാൾ മികച്ചതാകുമെന്നും വരും സെപ്റ്റംബറിൽ ഷി ജിൻപിങ് അമേരിക്ക സന്ദർശിക്കുമെന്നും ട്രംപ് അനൗൺസ് ചെയ്തു കഴിഞ്ഞു. പക്ഷേ ട്രംപ് പോയി കൃത്യം 4 നാൾ, അതായത് മെയ് 19 ചൊവ്വാഴ്ച പുടിൻ ബെയ്ജിംഗിൽ വിമാനമിറങ്ങി. ക്രെംലിൻ വക്താവ് യൂറി ഉഷക്കോവ് പറഞ്ഞത് ചൈനീസ് മണ്ണിൽ പുടിന് ശ്വാസം വിടാൻ പോലും സമയമില്ലാത്ത തരത്തിലുള്ള ടൈറ്റ് ഷെഡ്യൂൾ ആണ് എന്നാണ്. അതായത് വെറും ഒരു ചായ കുടിയും അതുപോലെ കൈകൊടുക്കലും ഒന്നുമല്ല ഇവിടെ നടക്കാൻ പോകുന്നത്. മിനിറ്റുകൾ വെച്ച് പ്ലാൻ ചെയ്ത ഹൈ വോളിയം ചർച്ചകൾ, അടച്ചിട്ട മുറിയിലെ അതീവ രഹസ്യ മീറ്റിംഗുകൾ, അമേരിക്കയുടെ ഉറക്കം കെടുത്താൻ പോകുന്ന വമ്പൻ കരാറുകളാണ് ഈ ബിസി പ്രോഗ്രാമിൽ ഒപ്പിടാൻ പോകുന്നത്. ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ വാങ് യി നേരിട്ടെത്തിയിട്ടാണ് പുടിന് എയർപോർട്ടിൽ സ്വീകരിച്ചത്. ഓണഗാർഡ്സും കുട്ടികളുടെ സ്വീകരണവും ഒക്കെയായി വൻ വരവേൽപ്പ്. ഗ്ലോബൽ ടൈംസ് പോലുള്ള ചൈനീസ് സ്റ്റേറ്റ് മീഡിയ ഇപ്പോൾ ഇതിനെ വലിയ രീതിയിലാണ് പ്രൊജക്ട് ചെയ്യുന്നത്. പോസ്റ്റ് കോൾഡ് വാർ യുഗത്തിൽ ഒരേ ആഴ്ചയിൽ തന്നെ US റഷ്യൻ നേതാക്കളെ ബാക്ക് ടു ബാക്ക് ഹോസ്റ്റ് ചെയ്യുന്ന മറ്റൊരു രാജ്യമില്ല എന്ന് ചൈനീസ് അനലിസ്റ്റുകൾ പറയുന്നുണ്ട്. ചൈന ഗ്ലോബൽ ഡിപ്ലോമസിയുടെ ഫോക്കൽ പോയിന്റ് ആയിട്ട് മാറിക്കഴിഞ്ഞുവെന്ന് കാണിക്കാനുള്ള ഒരു വമ്പൻ ഷോ ഓഫ് കൂടിയാണിത് എന്നും പറയുന്നുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് നേതാക്കളും തമ്മിലുള്ള കെമിസ്ട്രി ഒന്ന് നോക്കാം. വ്ളാഡിമിർ പുടിനും ഷി ജിൻപിങ്ങും തമ്മിൽ ഇതുവരെ എത്ര തവണ കണ്ടിട്ടുണ്ട് എന്നറിയാമോ? 40-ലധികം തവണ. ഒരു പാശ്ചാത്യ നേതാവുമായും ഷി ഇത്രയും അധികം കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടില്ല. ഈ സന്ദർശനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. റഷ്യയും ചൈനയും തമ്മിലുള്ള ട്രീറ്റി ഓഫ് ഗുഡ് നെയ്ബർലിനെസ് ആൻഡ് ഫ്രണ്ട്ലി കോഓപ്പറേഷൻ ഒപ്പുവെച്ചതിന്റെ 25ാം വാർഷികവും അവരുടെ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിന്റെ 30ാം വാർഷികവും ഒക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. സന്ദർശനത്തിന് മുന്നോടിയായി ഇരുവരും പരസ്പരം കൺഗ്രാറ്റുലേറ്ററി ലെറ്റേഴ്സ് അയച്ച് ബന്ധം എത്രത്തോളം സോളിഡ് ആണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ചരിത്രം എപ്പോഴും ഇങ്ങനെ സ്മൂത്ത് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അതും അല്ല. പഴയ സോവിയറ്റ് യൂണിയന്റെ കാലത്ത്, അതായത് 1969 ചൈനയും റഷ്യയും തമ്മിൽ സിനോ സോവിയറ്റ് ബോർഡർ കോൺഫ്ലിക്റ്റ് വരെ ഉണ്ടായ ചരിത്രമുണ്ട്. എന്നാൽ ഇന്ന് കാലം മാറി അമേരിക്ക എന്ന കോമൺ ശത്രുവിനെ നേരിടാൻ ഇവർ തമ്മിലുള്ള പഴയ പിണക്കങ്ങളെല്ലാം മറന്ന് ലിമിറ്റ്സ് ഇല്ലാത്ത സൗഹൃദം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശത്രുവിന്റെ ശത്രു മിത്രം സ്കീമാണിത്. അമേരിക്കയും യൂറോപ്പും റഷ്യയ്ക്ക് മേൽ വൻ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ റഷ്യയെ താങ്ങി നിർത്തിയത് ചൈനയാണ്. 2022 ഫുൾ സ്കെയിൽ ഇൻവേഷന് ശേഷം ചൈന റഷ്യ ഉഭയകക്ഷി വ്യാപാരം റെക്കോർഡ് ലെവലിലാണ് ഉയർന്നത്. റഷ്യയുടെ കയറ്റുമതിയുടെ 1/4 വാങ്ങുന്നത് ചൈനയാണ്. റഷ്യൻ ഓയിലും ഗ്യാസും ഡിസ്കൗണ്ട് റേറ്റിൽ വാങ്ങി ചൈന തങ്ങളുടെ എനർജി സെക്ടർ ഭദ്രമാക്കുന്നു. പകരം റഷ്യയ്ക്ക് ആവശ്യമായ ഇലക്ട്രോണിക്സും മറ്റ് സാങ്കേതിക സഹായങ്ങളും ചൈന നൽകുന്നു. വെസ്റ്റേൺ ഡിപ്ലോമാറ്റുകൾ പറയുന്നത് ചൈനയുടെ ഈ സാമ്പത്തിക പിന്തുണയാണ് റഷ്യയ്ക്ക് യുക്രൈനിൽ ഇത്രയും കാലം യുദ്ധം തുടരാൻ ലൈഫ് ലൈൻ നൽകുന്നത് എന്നാണ്. എന്നാൽ രസകരമായ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ആഴ്ച ട്രംപും ഷിയും തമ്മിൽ കണ്ടപ്പോൾ ഈ യുക്രൈൻ വിഷയം വലിയ ചർച്ചയായില്ല. ചൈനീസ് സ്റ്റേറ്റ്മെന്റിൽ ജസ്റ്റ് യുക്രൈൻ ക്രൈസിസ് എന്ന് മാത്രം പരാമർശിച്ചപ്പോൾ US സ്റ്റേറ്റ്മെന്റിൽ ഇതിനെക്കുറിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. ട്രംപിന്റെ ഫോക്കസ് കൂടുതലും ട്രേഡ്, തായ്വൻ, മിഡിൽ ഈസ്റ്റ് എന്നീ വിഷയങ്ങളിലായിരുന്നു. അതുകൊണ്ട് തന്നെ പുടിൻ ഇപ്പോൾ ചൈനയിൽ എത്തുമ്പോൾ തനിക്ക് ചൈനയുടെ പിന്തുണ ഉറപ്പാണെന്ന് ട്രംപിന് കാണിച്ചു കൊടുക്കാനുള്ള വലിയൊരു അവസരമാണിത്. ഇനി നമുക്ക് ഈ സമ്മിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടകളിലേക്ക് കടക്കാം. CNBCയും ദി ഇക്കണോമിസ്റ്റും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ സന്ദർശനത്തിൽ റഷ്യയും ചൈനയും തമ്മിൽ വലിയൊരു കരാർ ഒപ്പിടാൻ സാധ്യതയുണ്ട്. അതാണ് പവർ ഓഫ് സൈബീരിയ 2 ഗ്യാസ് പൈപ്പ്ലൈൻ പ്രോജക്ട്. റഷ്യയിൽ നിന്ന് ചൈനയിലേക്ക് നേരിട്ട് നാച്ചുറൽ ഗ്യാസ് എത്തിക്കുന്ന വമ്പൻ പദ്ധതിയാണിത്.
യൂറോപ്പിലേക്കുള്ള ഗ്യാസ് സപ്ലൈ കട്ടായാൽ റഷ്യയ്ക്ക് ചൈനീസ് മാർക്കറ്റ് അത്രമേൽ പ്രധാനമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് പുടിൻ വന്നയുടൻ ചൈന ഇത് ഒപ്പിടാൻ നോക്കുന്നത്? ഇതിനു പിന്നിൽ വലിയൊരു തായ്വാൻ കണക്കുകൂട്ടലുണ്ട് എന്ന് അറ്റ്ലാന്റിക് കൗൺസിലിലെ സീനിയർ ഫെലോ ജോസഫ് വെബ്സ്റ്റർ നിരീക്ഷിക്കുന്നുണ്ട്. ഭാവിയിൽ ചൈന തായ്വാൻ ആക്രമിക്കുകയോ അല്ലെങ്കിൽ ആ മേഖലയിൽ ഒരു യുദ്ധം ഉണ്ടാകുകയോ മറ്റോ ചെയ്താൽ അമേരിക്ക ചൈനയിലേക്കുള്ള കടൽ വഴിയുള്ള എനർജി സപ്ലൈ ബ്ലോക്ക് ചെയ്തേക്കാം. ഇനി അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ചൈനയ്ക്ക് തങ്ങളുടെ ഇൻഡസ്ട്രീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ റഷ്യയിൽ നിന്നുള്ള കരമാർഗമുള്ള ഗ്യാസും ഓയിലും അത്യാവശ്യമാണ്. അതായത് ഒരു വലിയ യുദ്ധമുണ്ടായാൽ വരാൻ പോകുന്ന എനർജി ഷോക്ക് അത് മറികടക്കാനുള്ള ചൈനയുടെ ഇൻഷുറൻസ് പോളിസിയാണ് റഷ്യയിൽ നിന്നുള്ള ഈ ഇന്ധന കരാറുകൾ. തായ്വാൻ വിഷയത്തിൽ ട്രംപിന് ഷി ജിൻപിങ് ശക്തമായ മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ഈ റഷ്യൻ കണക്ട് വെറും ഒരു കച്ചവടമല്ല, മറിച്ചൊരു വലിയൊരു ഡിഫൻസ് സ്ട്രാറ്റജി കൂടിയാണ്. ചുരുക്കം പറഞ്ഞാൽ ചൈന ഇപ്പോൾ ഒരു വശത്ത് ഒരു കൈയിൽ അമേരിക്കയുമായിട്ട് ട്രേഡ് ടോക്സ് നടത്തുമ്പോൾ മറുകൈയിൽ റഷ്യയുമായിട്ട് സ്ട്രാറ്റജിക് ഡീലുകൾ ഉറപ്പിക്കുകയാണ്. അമേരിക്കയെ പിണക്കാതെ തന്നെ റഷ്യയെ ഒപ്പം നിർത്തുക എന്ന ഷി ജിൻപിങ്ങിന്റെ ഡബിൾ എഡ്ജ് നയതന്ത്രത്തിന്റെ വലിയൊരു ഉദാഹരണമാണ് ഈ ആഴ്ച നമ്മൾ ബീജിംഗിൽ കണ്ടത്. റഷ്യ ചൈന വർഷങ്ങളായിട്ടുള്ള എഡ്യൂക്കേഷണൽ പാർട്ണർഷിപ്പും സാമ്പത്തിക സഹകരണവും ഈ സന്ദർശനത്തോടെ കൂടുതൽ ശക്തമാകും. ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്കൻ ഫസ്റ്റ് നയങ്ങളെ നേരിടാൻ ഈ പുടിൻ ഷീ സഖ്യത്തിന് സാധിക്കുമോ? അതോ ചൈന റഷ്യയെ വെറും ഒരു കരുവാക്കുകയാണോ? ലോകം ഉറ്റുനോക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.